ഹലോ, ഹായ് മക്കളെ. അപ്പോഴേ പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷനൊന്നും പറയുന്നില്ല. കുട്ടികളെ ജനിപ്പിക്കുന്ന അച്ഛനും അമ്മമാരും അവരെ ഒരു നല്ല ഒരു പൗരന്മാരായിട്ടോ വളർത്താനായിട്ടുള്ള കർത്തവ്യം കൂടെ നിങ്ങളിലുണ്ട് അല്ലേ? ജനിപ്പിച്ചത് കൊണ്ട് മാത്രമായില്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും തുല്യമായ അവകാശങ്ങളാണ്. അതുപോലെ തന്നെ അവർ നല്ല സ്വഭാവ രൂപീകരണത്തിലൊക്കെ വാർത്തെടുക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. അല്ലാതെ കാരണവന്മാരുടെ കർത്തവ്യമല്ല അതിൽ. കാരണവന്മാരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് തൊഴിലിന് പോകണം, അവർ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞാൽ ശരിയായില്ല. ഒരു കാരണവന്മാരും നല്ല രീതിയിൽ വാർത്തെടുക്കത്തില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക. കേട്ടല്ലോ. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്ക് മാത്രമാണ് ഉത്തരവാദിത്വം. നാളെ അവർ വഴിതെറ്റിപ്പോയി, അവർ ഇങ്ങനെയായിപ്പോയി അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഓരോ ചുവടുവയ്പ്പിലും മാതാപിതാക്കൾ തന്നെയാകണം മാതൃകയാകേണ്ടതും പറഞ്ഞ് നേർവഴിക്ക് നയിക്കേണ്ടതും. അല്ലാതെ കാരണവന്മാർ നോക്കിക്കൊള്ളും, അല്ല അവർ നോക്കിക്കൊള്ളും, അവർ നന്നായിട്ട് നോക്കും, അവർക്കറിയാം വളർത്താനും നോക്കാനും എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ നടക്കുന്നത് ശരിയായ പ്രവണതയല്ല. ഇന്നത്തെ പല കുട്ടികളുടെയും സ്വഭാവത്തിൽ വരുന്ന മാറ്റം ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരും തലതിരിഞ്ഞ് പോകുന്ന കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾ വിചാരിക്കണം, ഈ കുട്ടിയെ എനിക്ക് നോക്കാൻ കഴിയുമോ? പിതാവായ താങ്കൾക്ക് നോക്കാൻ കഴിയുമോ? മാതാവിനെ വിടും. ഏതൊരു മാതാവും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കും, ഇല്ല അതില്ല. ഒരിടത്തെ പിതാക്കന്മാർ ആ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറുമല്ല. അവർക്കെന്തോ ജനിപ്പിക്കുക എന്നുള്ള ഒരു കർത്തവ്യം, എന്തോ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കുക. ആണാണെന്ന് അറിയാൻ ആരും പരിഹസിക്കാൻ പാടില്ല. അതിനൊരു യന്ത്രമായിട്ട് നടക്കുന്നു, അത്രമാത്രം. കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാരണവന്മാർക്ക് അങ്ങ് വിട്ടുകൊടുത്തേച്ച് എങ്ങനെ ആയാലും എന്താ, നമുക്കതിലൊരു ബാധ്യതയില്ല. നന്നായാൽ അവർ എൻ്റേത്, നശിച്ചാൽ അവർ നിൻ്റെ. ഇതാണ് ഭർത്താക്കന്മാരുടെ പഴമൊഴി. അന്നും ഇന്നും എന്നും, അല്ലേ?